ഇതിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്ന തൊട്ടു പിന്നാലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയൊക്കെ പ്രതികരിച്ചു, പിന്നീട് എങ്ങനെയൊക്കെ മാറി എന്നുള്ള കാര്യം നമുക്ക് അറിവുള്ളതാണ്. പക്ഷെ അപ്പോൾ സർക്കാരും CPM എടുത്തിരുന്ന നിലപാട് സുപ്രീം കോടതി വിധി നടപ്പാക്കും എന്നുള്ളതായിരുന്നു. നടപ്പാക്കുമെന്ന് വെച്ചാൽ ഉടൻ തന്നെ നടപ്പാക്കുമെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രതികരണം. പക്ഷേ ഇപ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നത് മകരവിളക്ക് കഴിയും വരെ നിങ്ങൾ കാത്തിരിക്കണം, സ്ത്രീകളോട് പറയുന്നതാണ്. 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളോട് പറയുന്നത് 22 വരെ കാത്തിരിക്കണം. റിവ്യൂ പെറ്റീഷൻ എന്തായാലും പരിഗണിക്കുകയാണല്ലോ, അതുവരെ കാത്തിരിക്കണമെന്ന്. ഇത് തന്നെയാണ് BJPയും പറഞ്ഞിരുന്നത്, ഇത് തന്നെയാണ് കോൺഗ്രസും പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതേ അഭിപ്രായത്തിലേക്ക് നിങ്ങൾ മതിൽ പണിയും മുമ്പ് വരികയാണോ? തെറ്റാണ് നിങ്ങൾ ഈ പറയുന്നത്. അതിനു മുമ്പ് നേരത്തെ സ്മൃതി ഏകപക്ഷീയമായി എൻ്റെ ഭാഗം അവസാനിപ്പിച്ച് കടന്നുപോയിട്ട് എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം. യുവതികളെ ആക്രമിക്കാൻ നിൽക്കുന്നവർ, അവിടെ ശബരിമലയിൽ കലാപാന്തരീക്ഷം ഉണ്ടാക്കാൻ നിൽക്കുന്നവർ, അങ്ങനെ ആക്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു BDJSകാരനും ഇതൊരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു SNDPക്കാരനും ഇതൊരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു NSS പ്രവർത്തകനോ NS നേതാവോ ഇതൊരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്, ശബരിമലയിൽ വന്ന യുവതികളെ ആക്രമിച്ചത്, അവിടെ പോലീസിനെ ആക്രമിച്ചത്, അവിടെ കലാപാന്തരീക്ഷം ഉണ്ടാക്കിയതിൽ അറസ്റ്റിലായതും പ്രതിസ്ഥാനത്തുള്ളതും മുഴുവൻ പേരും RSS ആണ്, RSS മാത്രമാണ്. അതേസമയം NSSന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, SNDPക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, BDJSന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളോ ജനാധിപത്യപരമായ അവകാശങ്ങളോ ആണ്. ഇവിടെ പ്രശ്നം അതല്ല ഒരു വിധിയോട് ഏതെങ്കിലും ഒരാൾക്ക് വിയോജിപ്പുള്ളതോ ഒരു സംഘടനയ്ക്ക് വിയോജിപ്പുള്ളതോ അല്ല, മറിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കലാപം ഉണ്ടാക്കാൻ നിൽക്കുന്നവർക്കെതിരായ കേരളത്തിന്റെ ഐക്യപ്പെടലാണ് വനിതാ മതിൽ. ഈ നടക്കുന്ന എല്ലാ വ്യക്തത. അതായത് ഈ അക്രമവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് വ്യക്തമാണ്, അതിലിനി സംശയവുമില്ല. പക്ഷെ നാമജപ പ്രതിഷേധത്തിന് പോയിരുന്നവർ തന്നെ വനിതാ മതിലും പണിയാൻ വരട്ടെ, അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന നിലപാടുണ്ടോ CPMന്, സർക്കാരിന്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നാമജപ യജ്ഞം അവിടെ പമ്പയിൽ നടത്താൻ വന്നല്ലോ, പോലീസ് തടഞ്ഞു. ആദ്യം എല്ലാവരും വന്നല്ലോ അവിടെ. അതിൽ ഒരു വിധിയോട് വിയോജിപ്പ് രണ്ടല്ലേ? നാമജപ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഈ വനിതാ മതിലിന്റെ സംഘാടനത്തിന് അവകാശമുണ്ടോ? അതാണോ അതിന്റെ ശരി? അതാണോ അതിന്റെ വ്യക്തത? എന്ത് കുഴപ്പം? പുറത്ത് നിൽക്കുന്ന മുഴുവൻ പേരും ഇതെല്ലാം പരിവർത്തനം ഉണ്ടാവുകയല്ലേ? എന്താ കുഴപ്പം? അല്ല, അത് അറിയാനെന്താ? അല്ലെന്താ അവ്യക്തത എന്താ? അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് നാമജപ പ്രതിഷേധം നടത്തിയവർക്ക് വനിതാ മതിലിലേക്ക് ക്ഷണം, വനിതാ മതിൽ പണിയാൻ നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വം വഹിക്കാമെന്നാണ് റഹീം പറയുന്നത്. എന്റെ പൊന്ന് സ്മൃതി ഒന്നരൽപ്പം പിറകോട്ട് പോയി. ഇങ്ങനെ ആവേശം കണക്കായിരിക്കും. ഒറ്റ കാര്യവും, വനിതാ ആദ്യം മുതൽ ഈ കേസിൽ എതിർക്കുന്നത് ആരാ? ഈ കേസിൽ SNDP കക്ഷി ചേർന്നിട്ടില്ല. 12 വർഷം നിയമ യുദ്ധം നടത്തിയ സംഘടനയാണ് NSS. കേരളത്തിൽ ആദ്യമായി നാമജപ യജ്ഞം നടത്തിയവർ അവരാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ NSSന്റെ ജനറൽ സെക്രട്ടറിയെ ഈ പറയുന്ന മതിലിന്റെ ആലോചന യോഗത്തിൽ വിളിച്ചില്ലേ സ്മൃതിയെപ്പോലെ ഒരു മാധ്യമപ്രവർത്തകർ അത്ര പെട്ടെന്ന് മറന്നു പോകണം? ആവേശം തള്ളിച്ചാൽ മറന്നു പോകുന്നതാണ്. അങ്ങനെ വരാതിരിക്കും. അവർക്ക് എന്താ കുഴപ്പം? ഹൈന്ദവ സംഘടനകളെ മാത്രം വിളിച്ചു, അതിൽ തർക്കമില്ല. ഇല്ലില്ല, NSSനെ വിളിച്ചു. NSS നാമജപ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു. വലിയ പ്രതിഷേധത്തിന്റെ ഒരു ഘട്ടം വരെ നിങ്ങൾ NSSനെ വിമർശിച്ചില്ല, സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ NSSനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാവുന്നു. അതല്ല സ്മൃതി ഒരു മിനിറ്റ് കേൾക്കൂ. സ്മൃതി ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നാമജപ യജ്ഞത്തിന് പോകുന്നവർക്ക് ഈ വനിതാ മതിലിൽ വരാമോ എന്നാണ്. വിളിച്ചത് സംഘാടനം കൺവീനറാണ് വെള്ളാപ്പള്ളി നടേശൻ. സംഘാടനത്തെ കുറിച്ച് പ്ലീസ് കേൾക്കൂ. സംഘാടനത്തെ കുറിച്ച് ആലോചിക്കാനല്ലേ NSS ജനറൽ സെക്രട്ടറി വിളിച്ചത്. അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തന്നെ ഇതിന് ഭാരവാഹി ആയിരുന്നിട്ടുണ്ടായിരിക്കലോ. അദ്ദേഹം വരാതിരുന്നതല്ലേ. അതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. കേരളത്തെ വിഭജിക്കാൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഭരണഘടനയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നവർക്കെതിരായിട്ടാണ് ഈ കലാപം. NSS പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങളില്ല. SNDPയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ വനിതകളുടെ തലയിൽ തേങ്ങേറിയാൻ പോയോ? എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കാൻ പോയോ? ആരെങ്കിലും അറസ്റ്റിലായോ? ഇല്ല. പക്ഷേ അവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം, അത് അവരുടെ വ്യത്യസ്തമായ അഭിപ്രായം. അത് ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയുടെ ഭാഗമാണ്. പക്ഷേ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കലാപം ഉണ്ടാക്കുന്ന RSSനെയും അതിനെയും ചേർത്ത് വെക്കരുത്. 2,
ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കണമെന്നുണ്ട്. ദേവസ്വം മന്ത്രി പറഞ്ഞ കാര്യം, അടുത്ത എന്റെ ചോദ്യത്തിലേക്ക് ദേവസ്വം മന്ത്രി പറഞ്ഞ കാര്യം, ശ്രീ ഉണ്ണിത്താൻ പറയും. ദേവസ്വം മന്ത്രി പറഞ്ഞ കാര്യം അതാണല്ലോ നമ്മുടെ ചോദ്യം. പറഞ്ഞതിനകത്ത് പറയാം ദേവസ്വം മന്ത്രി പറഞ്ഞതിൻ്റെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞതല്ല. അതായത് ശബരിമലയിലെ സ്ത്രീകൾ, ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പ്രസ്താവനയുടെ കൈവശമുണ്ട്, ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ, യുവതികളെ പ്രവേശിപ്പിക്കാൻ ഭരണഘടനാപരമായ ബാധ്യത സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. സർക്കാരിന് പ്രത്യേക സ്പോൺസേഡ് പരിപാടിയില്ല ശബരിമലയിൽ, ഈ പാർട്ടിക്കുമില്ല. ശബരിമലയിൽ യുവതികളെ കുറേ പേരെ കൊണ്ടുപോകണം എന്നില്ല. പക്ഷേ അതാണ് അദ്ദേഹം വിശദീകരിച്ചത്. അങ്ങനെയാണ്.